അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിവാദമാവുകയാണ്. പ്രതിപക്ഷവും ഇന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു, അത് സർക്കാർ നിലപാട് വ്യക്തമാക്കണം, വേദി പ്രവേശനത്തിൽ ഉൾപ്പെടെ നിലപാട് സർക്കാർ വ്യക്തമാക്കണം. ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് അങ്ങനെ സംസാരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഒരു വർഷം മുമ്പ് അതിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചെടുത്ത സുപ്രധാനമായ തീരുമാനമാണ് ഇത്തരൊരാശയം. അങ്ങനെ അവർ തീരുമാനിക്കാൻ ഇടവന്നതും കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടം വളരെ കുറ്റമറ്റതായി നടന്ന ഘട്ടത്തിൽ തന്നെ ശ്രീലങ്കയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചില പ്രതിനിധികൾ അയ്യപ്പന്മാർ തന്നെ ദേവസ്വം ബോർഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പൊതുവിൽ ഈ നിലയിൽ മുന്നോട്ട് പോകുന്നതിന് അവർക്കുള്ളതായ ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. അതെല്ലാം പരിഗണിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാവോ എന്ന രൂപത്തിൽ അവരുടെ ആശയം മുന്നോട്ട് വന്നു. ആശയം കൂടി നേരത്തെ എടുത്ത തീരുമാനത്തിന് സഹായകരമായി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് ആ കാര്യത്തിലൊരു തീരുമാനമെടുത്തത്. ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം സ്വാഭാവികമായിട്ട് നടത്താൻ പറ്റില്ല. തീർത്ഥാടനം വിജയിക്കണമെങ്കിൽ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഏകോപനം കൂടെ വേണം. അതിനെ സർക്കാർ സഹായിക്കും എന്ന കാര്യം അവരുമായി ആശയവിനിമയം നടത്തി അത് പ്രഖ്യാപിച്ചു. അതിനെ രാഷ്ട്രീയമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭാഗീയമായിട്ടോ കാണേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പൊ ഈ വിഷയത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കും. ഒന്ന്, ഈ സംഗമം നടക്കുന്നത് പമ്പയിലാണ്, ശബരിമലയിലല്ല. 2, അവിടെ പ്രധാനമായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി തന്ന ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. നേരത്തെ ഹൈ ലെവൽ കമ്മിറ്റി, ഹൈ പവർ കമ്മിറ്റിയൊക്കെ അംഗീകരിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ പറയുന്നത് 773 കോടി രൂപയുടെ വികസനം 3 ഘട്ടങ്ങളിലായി ശബരിമലയിലും ബാക്കി 250 കോടിയോളം രൂപയുടെ വികസനം പമ്പയിലും നിലയ്ക്കലുമായി സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രോജക്റ്റാണ് അവർ തയ്യാറാക്കി തന്നിട്ടുള്ളത്. അത് ക്യാബിനറ്റ് അംഗീകരിച്ച് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ശബരിമല എയർപോർട്ടിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പും അതോടൊപ്പം തന്നെ അതിന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. മറ്റൊന്ന്, റെയിൽവേ വികസനം ശബരിമലയുമായി ബന്ധപ്പെട്ടതിന് ധാരണയായി അത് മുന്നോട്ട് നീങ്ങുന്നു. ഇങ്ങനെ പുതിയ പശ്ചാത്തല സൌകര്യങ്ങൾ വിദേശികളും സ്വദേശികളുമായി അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുക്കി കൊടുക്കുകയും നിലവിൽ മുന്നോട്ട് വന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ആ കാര്യത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ സംഗമത്തിന്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, ശബരിമലയിൽ ചെല്ലുന്ന ഏതൊരു ഭക്തനും കാണാൻ കഴിയുന്ന ആദ്യത്തെ വാചകം തത്വമസിയാണ്. ആ തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാൻ, ഞാൻ നീയാവുന്നു. ലോകത്തൊരു തീർത്ഥാടന കേന്ദ്രത്തിലും ഇങ്ങനൊരു സന്ദേശമില്ല. ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല, ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. അവിടെ അയ്യപ്പനെ കാണാൻ വരുന്നവരെല്ലാം നമ്മൾ അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത്. ആ ഒരു സന്ദേശം ഒരു വിശ്വമാനവീയരുടെയാണ്. ആ വിശ്വമാനവീയരുടെ സന്ദേശം ഒരു ലോക തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റാൻ സഹായിക്കുന്ന സന്ദേശം കൂടിയാണ് എന്നുള്ളത് ആഗോള സംഗമത്തിന്റെ മുമ്പിൽ ഈ വിഷയം വരുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു ഘടകമാണ്. ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ പോലെ സംഘടിപ്പിച്ച് ഈ സൌകര്യങ്ങൾ വികസനം ഉറപ്പാക്കുന്നതിനും പശ്ചാത്തല സൌകര്യം അവിടെ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എന്തൊക്കെയാണ് ഭാവിയിൽ വേണ്ടത്, എന്തൊക്കെ പോരായ്മകളുണ്ട്, പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം അവരോട് കൃത്യമായി ഓരോ എത്തുന്ന ഡെലിഗേഷനോടും ഓരോ സംഘത്തോടും എഴുതി വാങ്ങിച്ച് അതിന്റെ കമ്മിറ്റി രൂപം കൊടുത്ത് അവസാനം അത് നടപ്പിലാക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന്റെ ഉള്ളടക്കമാണ്. അതിനെ മറ്റു രൂപത്തിൽ രാഷ്ട്രീയമായിട്ടോ മറ്റു വിഭാഗമായിട്ടോ ഒന്നും കാണേണ്ടതില്ല. അത്തരൊരു വിവാദത്തിന്റെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഉള്ളടക്കം എന്ന കാര്യമാണ് എടുത്തു പറയാനുള്ളത്. ഈ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്ന് പറയുമ്പോഴും വിശിഷ്ടാതിഥികളെ ക്ഷണിക്കാൻ പോകുന്നത് അങ്ങോട്ടുള്ള മന്ത്രിമാരാണ്, കേരള സഭ ആളുകളെ ക്ഷണിക്കുന്നു. അപ്പോൾ എങ്ങനെയാണത് ദേവസ്വം ബോർഡ് പ്രതിപക്ഷവും BJP ഒക്കെ ചോദിക്കുന്നത്? അല്ല, അവർ ചോദിക്കുന്ന അവർ സഹായം അഭ്യർത്ഥിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിൽ സഹായിച്ചു കൊടുക്കണം. ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ? അതൊരു മതനിരപേക്ഷ ഗവൺമെന്റ് ചുമതലയല്ലേ? ആ തരത്തിൽ നമ്മളിപ്പോൾ ക്ഷണിക്കാൻ പോയത് ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണ ഒരാൾ ചെന്ന് ക്ഷണിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അനവസ്ഥയുണ്ടല്ലോ, അത് മാറിയിട്ട് സ്വാഭാവികമായി ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള രൂപത്തിൽ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുമ്പോൾ ആ കാര്യത്തിൽ പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് ബഹുമാനായ മുഖ്യമന്ത്രി അവിടെ പോയി കാണുകയും അദ്ദേഹം തന്നെ സ്വാഗതം ചെയ്യുകയും ഞാനിത് പറഞ്ഞു തീർന്നിട്ട് അപ്പോൾ അത്തരത്തിൽ അത് മുഖവിലേക്ക് എടുക്കുകയും അവരുടെ എല്ലാ സഹകരണവും ഉറപ്പാക്കുകയും 2 മന്ത്രിമാരെ അദ്ദേഹം അയക്കുമെന്ന് ഇപ്പോൾ മെസ്സേജ് തിരിച്ചു തരികയും ചെയ്തു. അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശേഖർ ബാബുജി, അതേപോലെ തന്നെ IT വകുപ്പ് മന്ത്രി പളനി വേലിനെ അയക്കുമെന്നുള്ള സന്ദേശവും തന്നു. അപ്പോൾ ആ തരത്തിൽ ഗൌരവത്തോടുകൂടി ആ വിഷയം എടുത്തതുകൊണ്ടാണ് അങ്ങനെ രൂപത്തിലേക്ക് വന്നത്. കൃത്യമായി
ദേവസ്വം കമ്മീഷൻ ഞങ്ങളെല്ലാം ഉൾപ്പെടെയാണ് പോയത്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. അതിൽ ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പിന്റെ ഉദ്യോഗസ്ഥ പ്രമുഖരും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് വേറെ തെറ്റായ ഒരു വ്യാഖ്യാനം വരാനില്ല. ഇത് സർക്കാരിന്റെ ശബരിമലയോടുള്ള നിലപാടെന്താണ്? യുവതീ പ്രവേശ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണെന്ന് പറഞ്ഞ സർക്കാരാണ്. ആ യുവതീ പ്രവേശം നടപ്പാക്കുക എന്ന് പറയുന്നത് ഭക്തരുടെ വികാരത്തിന് വിരുദ്ധമാണ്. അപ്പൊ ഭക്തരുടെ വികാരത്തിനൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ളിലെ നിലപാടെന്താണ്? രണ്ട്, അന്ന് എടുത്ത കേസുകൾ പോലും പിൻവലിക്കാൻ ഇപ്പോഴും അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷവാദം. അവരുടെ ചോദ്യം ഇതാണ്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവർ ചോദിക്കട്ടെ. ഇപ്പൊ ഏതായിരുന്നാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം വികസനത്തിന്റേതാണ്. മറ്റേ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ കയറി ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, സബ് ജുഡീസായി മാറും. അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയില്ല. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. അത് വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പിന്നീട് സർക്കാർ നിലപാട് എന്താണെന്ന് കോടതി പറയുന്നതനുസരിച്ച് സത്യവാങ്മൂലം കൊടുക്കാൻ പറയാം. അപ്പോൾ കൂടി ആലോചിച്ച് ആ കാര്യത്തിൽ പറയും. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയെടുത്ത് ഇതിനെ തെറ്റായ വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു നിയമത്തിന്റെ ഭാഗമാണ് ആ ചർച്ച അവർ ഓപ്പൺ ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വികസന യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിയുമെന്നാണ് ആ വാദത്തിന് മുമ്പിലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ എല്ലാം ഉള്ളടക്കം. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോടെല്ലാം വിനയപൂർവ്വമായി പറയാനുള്ളത്, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വർഷം മുമ്പ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചെടുത്ത സുപ്രധാനമായ തീരുമാനം വികസന രംഗത്തും ഭാവി പ്രവർത്തനങ്ങളും അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് സംബന്ധിച്ച ചർച്ചയും നിർദ്ദേശങ്ങളും ഭാവിയെ സംബന്ധിച്ചുള്ള ഞാൻ സൂചിപ്പിച്ച ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള പൊതുവീക്ഷണവും അവരെടുത്തിട്ടുള്ളതിന് സഹായം ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേസിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കി, അതിൽ ചെറിയ കേസുകളെല്ലാം ഗവൺമെന്റ് ഒരുപാട് കേസ് പിൻവലിച്ചു. ഇനി നിങ്ങൾക്കെല്ലാം അറിയേണ്ടത്, നിങ്ങൾക്കും അതറിയാം, സെഷൻസ് കേസ് എന്നുവെച്ചാൽ നോൺ ബെയിലബിൾ ഒഫൻസായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിൻവലിക്കണമെങ്കിൽ സാധാരണഗതിയിൽ അത് കോടതി വന്നിട്ട് കോടതിയുടെ അനുമതിയോടുകൂടിയേ വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു ഗൗരവം കൊടുത്ത് ആ കേസ് മുന്നോട്ട് നടത്തുന്ന രീതിയല്ല ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. കോടതിയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അനുഭവം എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് മാത്രമേ പിൻവലിക്കാൻ പറ്റില്ല നോൺ ബെയിലബിൾ ഒഫൻസായിട്ട് സെഷൻസ് കേസ്. അല്ല, കൃത്യമായിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് കോടതി വരുമ്പോൾ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഓരോ കേസിന്റെയും മെറിട്ട് നോക്കി ചെയ്യുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അതൊരു വിഷയമല്ല ഇപ്പോ. സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയുക, അതുപോലെ തന്നെ ഈ കേസ് പിൻവലിക്കേണ്ട കാര്യത്തിൽ പറയുക, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി സഹകരിക്കണമെന്ന് പ്രതിപക്ഷം തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അജിതേ, ആ കാര്യത്തിലൊരു രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വിവാദമാക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്ന വീണ്ടും ഉദ്ദേശം. ആ ഒരു വിവാദത്തിനോ ഇവിടെ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയതയോ ഒന്നും ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശമില്ല. ഇത് സതുദ്ദേശത്തോടുകൂടി എല്ലാവരെയും യോജിപ്പിച്ച് അയ്യഭക്തന്മാരെയാണ് ഇവിടെ ക്ഷണിക്കുന്നത്. നമ്മൾ ക്ഷണിച്ച ആ കൂട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരത്തെ സമയം ചോദിച്ച് അപ്പോയിന്റ്മെന്റ് വാങ്ങി ചെന്ന് കത്ത് കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കാണാൻ തയ്യാറായില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അത് പിന്നെ അദ്ദേഹം രണ്ടാം തീയതി അവർക്ക് ഡേറ്റ് കൊടുത്തിരുന്നു. അതനുസരിച്ച് എന്നോട് അവർ പറഞ്ഞത് എങ്ങനെയാണ്, ദേവസ്വം ബോർഡ് എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടില്ല. അപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2-ാം തീയതി കൃത്യമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം ചേർന്നാണ് അദ്ദേഹത്തെ കാണാൻ ചെയ്തത്. ഇപ്പോൾ സാധാരണഗതിയിൽ എന്റെ വീട്ടിൽ ഇങ്ങനെ നേരത്തെ 2-ാം തീയതി കാണാമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വന്നാൽ ആ സമയത്ത് ഒന്ന് കാണുക എന്നുള്ളത് എന്റെ മര്യാദയാണ്. അത്രേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ച് അദ്ദേഹം ചെയ്തു. അതിനെക്കുറിച്ച് എനിക്ക് വേറെ വിമർശനമൊന്നുമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ പറഞ്ഞില്ല എന്ന് പറയുന്നു കാര്യത്തിൽ തെറ്റാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വന്നിട്ടുള്ള, ഇപ്പം നമ്മൾ ക്ഷണിക്കുന്ന ആളുകൾ ഓരോ പ്രാവശ്യവും ഇവിടെ വന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെയാണ് നമ്മൾ പ്രതിനിധികളായിട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ ആ അത്തരത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇല്ല, അതിപ്പോ ഇവിടെ നമ്മൾ അതിന്റെ ചർച്ചയാക്കേണ്ട വിഷയമില്ലല്ലോ. ഇല്ല, ഈ കാര്യത്തിൽ നിശ്ചയമായും ഒന്നുമാഷ് പറഞ്ഞ CPM വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. എന്നുവെച്ചാൽ ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന് വിശ്വാസികൾക്കൊപ്പം നിൽക്കണ്ടേ? അതിലേതെങ്കിലും വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഓരോന്നും വായിച്ചിട്ടുള്ളവർക്കറിയാം. മഹത്തായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്, പരിപാവനമായ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ കൃത്യമായി മതനിരപേക്ഷതയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ മതനിരപേക്ഷത കൃത്യമായി സ്വാമി വിവേകാനന്ദൻ നിർവഹിച്ച നിർവചനം നമ്മുടെ മുമ്പിലുണ്ട്. ആ നിർവചനം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റൂ? ദേവസ്വം ബോർഡ് ഇപ്പോൾ സത്യവാങ്മൂലം തിരുത്തലിനെ പറ്റി ആലോചിക്കുന്നു, അല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കേണ്ടത്. ഇല്ല, അല്ലാതെ എന്താണ് അവർ തീരുമാനിക്കട്ടെ. ദേവസ്വം ബോർഡിനെ നിങ്ങൾ കുറച്ച് കാണുന്നത്. ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ ചെയർമാനൊക്കെ നിങ്ങൾക്കറിയാം, പന്നിത്ത് പത്മനാഭനും ആർ ശങ്കരനെ പോലുള്ള പ്രതിഭാശാലികളും പ്രഗത്ഭരും ഒക്കെ രൂപം കൊടുത്തു വന്ന ബോർഡാണ്. ആ ബോർഡ് ഇപ്പോൾ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉണ്ട്. അതെന്താണെന്നുള്ളത് അവർ പറയും, അവരുടെ നിലപാടുകൾ. ആ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ബോർഡിനെ നമുക്കൊരു തരത്തിലും മറ്റു രൂപത്തിൽ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. അവരുടെ നിലപാടുകൾ അവർ പറയും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലൊക്കെ വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന വിമർശനമാണ് വരുന്നത്. കാരണം നേരത്തെ നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട് CPM-ന്റെ ഒരു ബേസ് വോട്ട് കുറെ നഷ്ടപ്പെട്ടു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അത് തിരിച്ചുപിടിക്കാൻ നിങ്ങൾ വീണ്ടും ഇതിനകത്ത് രാഷ്ട്രീയം അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. കൃത്യമായി ഞാൻ പറഞ്ഞത്, ഒരു വർഷം മുമ്പ് അന്ന് തെരഞ്ഞെടുപ്പോ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആരംഭിച്ചത് ഒരു വർഷം മുമ്പാണ്. ആ കാലഘട്ടത്തിൽ അവരെടുത്തൊരു തീരുമാനമാണ് ആഗോള അയ്യപ്പ സംഘം എന്നുള്ളത്. അത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കാനുള്ള കാരണം എന്തെന്നുള്ള കാര്യവും ഞാൻ വിശദീകരിച്ചു. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. അതിന് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരെയും ഉൾപ്പെടുത്തി കമ്മിറ്റികൾ രൂപീകരിച്ചവർ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തത്. അവരതിനകത്ത് രാഷ്ട്രീയമായ ധാരണകൾ അവർക്ക് മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരോട് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിൽ വിവാദം ഒരുക്കരുത്. എല്ലാവരും ചേർന്ന് നമുക്കൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറിത്തീരുമ്പോൾ ഉള്ള ഒരു വലിയ വരുമാനം എന്ന് പറയുന്നത് ശബരിമലയ്ക്കുള്ള വരുമാനം മാത്രമല്ല, തീർത്ഥാടന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുണ്ടാകുന്ന ഒരു മാറ്റം എന്താ? നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് KSRTC, പ്രൈവറ്റ് ബസ്സുകൾ, കാറുകൾ, ഓട്ടോറിക്ഷകൾ, കച്ചവടക്കാര്, മാടക്കടക്കാര്, ഹോട്ടലുകാര്, ഇങ്ങനെ വന്നു ചേരുന്ന ഒരു വലിയ രൂപത്തിലുള്ള എക്കണോമിയുണ്ട്. നമ്മുടെ ഒരു നാടിന്റെ വികാസത്തിൽ വലിയ രൂപത്തിൽ ആ തീർത്ഥാടനം ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറി വരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു വൻ നേട്ടമില്ലേ? സാമൂഹ്യമായൊരു മുന്നേറ്റമല്ലേ അത്? തീർത്ഥാടനത്തിൽ നമുക്ക് ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടുമുള്ള ഭക്തരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിനെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നത് പോലെ തന്നെ നാടിന്റെ ക്രയശേഷിയിലും സമ്പദ്ഘടനയിലും ഉണ്ടാകുന്ന പുരോഗതിയോട് നമ്മൾ കാണണം. അപ്പോൾ തീർത്ഥാടനത്തെ ആ രൂപത്തിൽ കൂടി നിങ്ങൾ, അതുകൊണ്ടാണ് പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനം വന്നത്. അപ്പോൾ ഒരു തീർത്ഥാടക ടൂറിസത്തിന്റെ രൂപത്തിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള, കാരണം ലോകത്ത് വേറെ ഇങ്ങനെ ശബരിമല പോലെ മറ്റൊരു ആരാധനാ കേന്ദ്രം ഇല്ല. തത്വമസി എന്ന ആശയം, അത് നീയാകുന്നു എന്ന് പറയുന്നത് എന്തൊരാശയം! വിശ്വമാനവരുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്ന സന്ദേശം. ആ സന്ദേശം നമ്മൾ ലോകത്ത് നല്ല രൂപത്തിൽ പ്രചരിപ്പിച്ച് മുന്നോട്ട് വന്നാൽ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല ഭാവിയിൽ ഉയർന്ന രൂപത്തിൽ ഇനിയും വരും. കഴിഞ്ഞ വർഷം 53,60,000 പേരാ വന്ന്, അതിന്റെ പിറ്റേ വർഷം 46 ലക്ഷമായിരുന്നു. അപ്പോൾ ഓരോ വർഷം തോറും വർദ്ധിച്ചുകൊണ്ട് ഇനിയും അത് വർദ്ധിക്കും, സംശയമൊന്നും വേണ്ട. ഈ മാസ്റ്റർ പ്ലാൻ മുൻനിർത്തിയുള്ള വികസനമാണെന്ന് സർക്കാർ പറയുന്നു. പക്ഷെ പ്രതിപക്ഷം പറയുന്നത് ഈ 10 വർഷം എവിടെയായിരുന്നു? ഈ 10ാം വർഷത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നു, അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇല്ല, അവിടെ അതിനും എനിക്ക് മറുപടിയുണ്ട് കൃത്യമായി. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യം ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, അത് ഹൈക്കപ്പവർ കമ്മിറ്റി അംഗീകരിച്ചില്ല. അത് അംഗീകരിക്കാതെ വന്നത് ചില പോരായ്മകളുണ്ടെന്ന് തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് നമ്മളിവിടെ മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ആ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നതാണ്. അവരും ഈ ആദ്യം വന്ന മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റി പരസ്പരം ആലോചിച്ചിട്ടായിരിക്കണം അത് തള്ളിക്കളഞ്ഞു. രണ്ടാമതായി കൊണ്ടുവന്ന ഈ നിർദ്ദേശമാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ തയ്യാറാക്കി. ഏതാണ്ട് ഇപ്പോഴല്ല, ഈ കഴിഞ്ഞ മാസമല്ല, കിട്ടിയിട്ട് 4 മാസം മുമ്പാണ് ആ മാസ്റ്റർ പ്ലാൻ ഗവൺമെന്റ് മുമ്പിൽ വരുന്നത്. അത് വന്നു കഴിഞ്ഞ പിറ്റേ ക്യാബിനറ്റ് തന്നെ വെച്ച് അത് പാസ്സാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കാലതാമസം വന്നു അവർ പറയുന്നതിന് അടിസ്ഥാനമില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങളത് പരിശോധിച്ച്, ഞാനീ പറഞ്ഞത് അന്ന് തയ്യാറാക്കിയത് ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ ശ്രമം തുടങ്ങിയതാണ്. രണ്ടാമത് വന്നപ്പോഴേക്ക് ആദ്യം തയ്യാറാക്കിയത് സ്വീകാര്യമില്ല എന്ന് പറഞ്ഞ ഹൈപ്പവർ കമ്മിറ്റി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വീണ്ടും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ അസ്ഥാനത്താണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കും.